ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഒന്നെങ്കിൽ UTS വഴിയോ അല്ലെങ്കിൽ IRCTCയുടെ ആപ്പ് വഴിയോ ആയിരിക്കും അല്ലേ? എന്നാൽ റെയിൽവേ പുതിയൊരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് റെയിൽ വൺ. അതിൽ നമുക്ക് റിസർവ് ടിക്കറ്റും അൺറിസർവ് ടിക്കറ്റും അതേപോലെ തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റും അതേപോലെ ട്രെയിൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കതിൻ്റെ അകത്ത് ചെയ്യാനും കാണാനും സാധിക്കുന്നതാണ്. ഇതാണ് റെയിൽ വണ്ണിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് റിസർവ് ടിക്കറ്റും അൺറിസർവ് ടിക്കറ്റും പ്ലാറ്റ്ഫോം ടിക്കറ്റും അതേപോലത്തെ കാര്യങ്ങളെല്ലാം നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ ആദ്യം കാണിക്കുന്നത് റിസർവ് ടിക്കറ്റാണ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു യൂസർ ഇൻ്റർഫേസാണ് വരുന്നത്. അതിൽ നമുക്ക് എവിടം വരെയുള്ള ടിക്കറ്റ് എടുക്കണം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫ്രം ആൻഡ് ടു വെച്ചിട്ട്. ഇപ്പോൾ എറണാകുളം ജംഗ്ഷൻ ടു കായംകുളമാണ് കാണിക്കുന്നത് അല്ലേ? അതിൻ്റെ അകത്ത് നമുക്ക് ജനറൽ കോട്ടയാണോ, അതിനകത്ത് ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ, കണക്റ്റിംഗ് ജേർണി ആണോ, റെയിൽവേ പാസ് കൺസെഷൻ ആണോ, അതിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് വരുന്നതാണ്. 24 ഫെബ്രുവരിയിൽ ഞാൻ നോക്കുവാണ്. അതിൽ ജനറൽ എടുത്തിട്ട് സെർച്ച് ചെയ്യാൻ നേരത്ത് വേറൊരു പ്രിഫറൻസ് ഞാൻ കൊടുക്കുന്നില്ല. ജസ്റ്റ് ജനറൽ എടുത്തിട്ട് സെർച്ച് ചെയ്യാൻ നേരത്ത് വരുന്ന ഡീറ്റെയിൽസാണ് ഈ കാണുന്നത്. അതായത് ജനശതാബ്ദി മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. സാധാരണ IRCTC വഴി ബുക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെയാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് IRCTCയുടെ എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ബുക്ക് ചെയ്യാവുന്നതാണ് റിസർവ് ടിക്കറ്റ്. ഓക്കെ, അടുത്തത് നമുക്ക് അൺറിസർവ് ടിക്കറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. പണ്ട് നമ്മൾ അൺറിസർവ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്പായിരുന്നു UTS എന്ന് പറയുന്നത്. ഈ UTS ആപ്പ് ഇതിൻ്റെ അകത്തേക്ക് മെർജ് ചെയ്തിട്ട് ആണ് റെയിൽ വണ്ണിൻ്റെ അകത്ത് അൺറിസർവ് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ UTSൻ്റെ അകത്ത് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് റെയിൽ വണ്ണിൻ്റെ അകത്തും ബുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഒരു സ്റ്റേഷൻ സെലക്ട് ചെയ്യാം. ഔട്ട്സൈഡ് സ്റ്റേഷനും അറ്റ് ദ സ്റ്റേഷൻ എന്നുള്ള 2 ഓപ്ഷൻസാണുള്ളത്. അതിൻ്റെ അത് ഔട്ട്സൈഡ് സ്റ്റേഷൻ ആണെങ്കിൽ ഈ ഓപ്ഷൻ എടുക്കാവുന്നതാണ്. അതിനകത്ത് ഞാനിപ്പോൾ ഫ്രം എറണാകുളം ജംഗ്ഷൻ ടു ആലപ്പുഴ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പ്രൊസീഡ് ടു ബുക്ക് കൊടുക്കാൻ നേരത്ത് ഇങ്ങനെ വരും. ഇതിൻ്റെ അകത്ത് നമുക്ക് മെയിൽ എക്സ്പ്രസ്, സൂപ്പർ ഫാസ്റ്റ്, അതേഴ്സിൻ്റെ അകത്തുള്ള 2 ട്രെയിനുകൾ അതേപോലത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ബുക്ക് നൗ കൊടുത്താൽ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ പോയിട്ട് UPI വെച്ചോ അത് വെച്ചോ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമിൽ കയറാൻ നേരത്ത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചില സ്റ്റേഷനുകളിൽ, ചിലതെന്നല്ല മിക്ക സ്റ്റേഷനുകളിലും ആവശ്യമായിട്ട് വരും. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ പ്ലാറ്റ്ഫോമിൽ കയറരുത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് ഇല്ല എങ്കിൽ, നിലവിൽ ടിക്കറ്റ് ഇല്ല എങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് അതിനകത്ത് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എൻട്രി ചെയ്യാവുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്റ്റേഷനാണോ ഉള്ളത് അതിൻ്റെ അകത്തുള്ള ആ സ്റ്റേഷൻ്റെ പേര് ഇവിടെ സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ എറണാകുളം ജംഗ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 രൂപയാണ് അതിൻ്റെ അത് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഓപ്ഷൻസിലേക്ക് പോകാൻ നേരത്ത് ആദ്യത്തെ ഓപ്ഷനാണ് സെർച്ച് ട്രെയിൻ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേരിയസ് മൈ ട്രെയിൻ എന്ന ആപ്പിനകത്തൊക്കെ യൂസ് ചെയ്യാൻ നേരം നമുക്ക് കാണത്തില്ലേ, ഒരു നമ്മൾ ഫ്രം സ്റ്റേഷൻ ടു സ്റ്റേഷൻ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ട്രെയിനിനൊക്കെ നമുക്ക് സെർച്ച് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ. അതേപോലെ തന്നെ ഉള്ള ഒരു ഓപ്ഷനാണിത്. അതായത് ഫ്രം സ്റ്റേഷനും അതേപോലെ തന്നെ ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ ഏതാണോ അതടിച്ചു കൊടുത്തിട്ട് സെർച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആ സ്റ്റേഷനുകൾക്കിടയിലൂടെ അല്ലെങ്കിൽ ആ സ്റ്റേഷനിൽ സ്റ്റോപ്പുള്ള ട്രെയിനുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ ട്രെയിനിൻ്റെ നമ്പർ അടിച്ചു കൊടുത്തിട്ട് ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ട്രെയിനിൻ്റെ ഷെഡ്യൂൾ എത്ര മണിക്കാണ് ഇന്ന സ്റ്റേഷനിൽ എത്തുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സെർച്ച് ട്രെയിൻ എന്ന ഓപ്ഷനിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. PNR സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ട്രെയിൻ ബുക്ക് ചെയ്യാൻ നേരത്ത്, അതായത് റിസർവ്ഡ് ആയിട്ടുള്ള ട്രെയിൻ ബുക്ക് ചെയ്യാൻ നേരത്ത് അത് PNR അവൈലബിൾ ആണോ, അതായത് ആ ട്രെയിൻ കൺഫേം ടിക്കറ്റ് ആണോ എന്ന് നോക്കുന്ന സ്റ്റാറ്റസാണ് PNR സ്റ്റാറ്റസിൻ്റെ. അടുത്തതെന്ന് പറയുമ്പോൾ കോച്ച് പൊസിഷനാണ്. സാധാരണ നമ്മൾ ഒരു ട്രെയിൻ വരാൻ നേരത്ത് അതിൻ്റെ ഇപ്പോൾ ജനറലാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ആ ട്രെയിനിൻ്റെ ഫ്രണ്ടിലാണോ ജനറൽ അല്ലെങ്കിൽ ബാക്കിലാണോ ജനറൽ എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് വരാറുണ്ട് അല്ലേ? നമ്മൾ അവയുടെ ബോർഡിൻ്റെ അകത്ത് നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ട്രെയിനിൻ്റെ കോച്ച് പൊസിഷൻ ഏതാണ്, എങ്ങനെയാണ്. അല്ലെങ്കിൽ അവിടെ എൻക്വയറിയിൽ ചോദിക്കും എവിടെയാണ് ജനറൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും അല്ലേ? അതൊന്നും വേണ്ട, നമുക്ക് ഇതിൻ്റെ അകത്ത് കോച്ച് പൊസിഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അതായത് കോച്ച് പൊസിഷൻ അടിക്കുക, അതിൻ്റെ ഏതാണോ ട്രെയിൻ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ധൻബാദ് ആലപ്പി എന്ന് പറയുന്ന ആ ഒരു ട്രെയിൻ ഞാൻ എടുക്കുവാണ്. 13351 ആണ് അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോച്ച് പൊസിഷൻ കാണിക്കുന്നത്. ഇപ്പോൾ ധൻബാദ് സ്റ്റേഷനിനകത്തുള്ള കോച്ച് പൊസിഷനാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് എടുക്കുന്ന വണ്ടിയുടെ കോച്ച് പൊസിഷൻ നോക്കുവാണ്.
അപ്പോൾ നോക്കുമ്പോൾ കാണാമല്ലോ ഇതേപോലെയാണ് ധൻബാദിൽ ധൻബാദ് ജംഗ്ഷനിൽ ആ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 7ലാണ് വന്നിരിക്കുന്നത്. അതേപോലെ അതിൻ്റെ കോച്ച് പൊസിഷനും ഇതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഇതാണ് കോച്ച് പൊസിഷൻ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുമ്പോൾ ട്രാക്ക് യുവർ ട്രെയിൻ. ഇപ്പോൾ വേർ ഈസ് മൈ ട്രെയിൻ വഴി നമ്മൾ ട്രെയിൻ ട്രാക്ക് ചെയ്യുമല്ലോ. ഈ ട്രെയിൻ എവിടെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതാണ് വേർ ഈസ് മൈ ട്രെയിൻ എന്നുള്ള ആപ്പ് അല്ലേ. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തും ട്രെയിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അതിൻ്റെ അകത്ത് ചെയ്യണ പോലെ തന്നെ ജേർണി സ്റ്റേഷനും ജേർണി ഡേറ്റും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ജേർണി സ്റ്റേഷനും ജേർണി ഡേറ്റൊക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ട്രെയിനിൻ്റെ നമ്പർ അടിച്ചു കൊടുത്ത് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ധൻബാദിൻ്റെ നമ്പർ തന്നെ അടിച്ചു കൊടുക്കുവാണ്. അതടിച്ച് സെർച്ച് ചെയ്യാൻ നേരത്ത് ഇതേപോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കും. ഇതിൻ്റെ കറണ്ട് മൂവ്മെൻറ്റ് നമുക്ക് നോക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കോച്ച് പൊസിഷൻ നമുക്ക് ഇതുവഴി നോക്കാൻ സാധിക്കും. കറണ്ട് മൂവ്മെൻറ്റ് കൊടുക്കാൻ നേരത്ത് ഇപ്പോൾ ഈ ട്രെയിൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ കാണിക്കും. കണ്ടോ, വേർ ഈസ് മൈ ട്രെയിനിൻ്റെ അകത്ത് ഉള്ളതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തും കാണിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യാം, റീഫണ്ട് ആകുന്നത്, അതായത് നമ്മൾ ചെയ്തിട്ടുള്ള ഇത് നമുക്ക് വേണ്ട അല്ലെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാമെന്ന് കരുതാം, അതിൻ്റെ റീഫണ്ടിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാമെന്നുള്ളത്, അതേപോലത്തെ കാര്യങ്ങളെല്ലാം ആണ് ബാക്കി ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് റെയിൽ വണ്ണിൻ്റെ അകത്ത്. ഓക്കെ.